ഇന്നത്തെ റെസിപ്പി അരിപ്പൊടി വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടി എന്ന് പറഞ്ഞാൽ നമ്മളെ ഇടിയപ്പത്തിൻ്റെ പൊടിയില്ലേ, അതാണ് ഇടിയപ്പം. അതുപോലെ തന്നെ പൊടിപ്പത്തിരൊക്കെ ചൂടല്ലേ, ആ ഒരു പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത്. പിന്നെ ഇത് എല്ലാവരുടെ കയ്യിലുണ്ടാവില്ല, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതുകൊണ്ട് ചെയ്ത് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പുഴുങ്ങലരിൻ്റെ പൊടി വെച്ചിട്ട് ചെയ്യുക, അത് പുഴുങ്ങലരി പൊതിർത്തി വെച്ചിട്ട് അരച്ചിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് ചെയ്യാൻ പറ്റുന്നത് അതുപോലെ ചെയ്താൽ മതി. ഇതിപ്പം ഞാൻ ചൂടുവെള്ളത്തിൽ കുഴച്ചിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകേണ്ട ഒരു ലൈക്ക് തരണം കേട്ടോ. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണം കേട്ടോ, ഒരു ഹാർട്ടോ ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻറ്റും ഇടണേ. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് കാണിച്ചു തരാം. ആദ്യം നമുക്ക് അരിപ്പൊടി ഒന്ന് കുഴച്ചെടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ നമ്മൾ കളന്തി എടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. മിക്സിൻ്റെ ജാറിലേക്ക് ഞാൻ കുറച്ച് ചുവന്നുള്ളി, ഒരു കൈപ്പിടി നിറയെ ചുവന്നുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ ഉള്ളി ചേർത്ത് കൊടുക്കട്ടോ. ഞാനിപ്പം ചുവന്നുള്ളിയാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചപ്പാന്നിട്ട് ചേർത്ത് കൊടുക്കുന്നത്, നമ്മളെ കറിവേപ്പിലല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അത്രയും പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഒരു 2 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്, ചെറിയ കഷ്ണം മതിയാവും കേട്ടോ. ഇത്രയും കറുവപ്പട്ട ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഏലക്ക അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമുക്ക് പെരിഞ്ജീരകമാണ്. നല്ല ജീരകമല്ല, പെരിഞ്ജീരകം, വലിയ ജീരകമല്ലേ, അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ തേങ്ങൻ്റെ അരമുറി ഭാഗം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തേങ്ങയാണ് വേണ്ട മെയിനായിട്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയോ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അരയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതിലേക്ക് ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതിയാവും. നമ്മളിവിടെ തന്നെ പൊടിച്ച ഗരം മസാലപ്പൊടിയാണ്. അപ്പോൾ ഞാൻ ഷോർട്സിലേക്ക് ഇട്ടിട്ടുണ്ട്, എല്ലാവരും ഒന്ന് കണ്ടു നോക്കിട്ടോ. അപ്പോൾ ആർക്കും വേണമെങ്കിൽ വാങ്ങിക്കുക കേട്ടോ. എന്തായാലും പെരുന്നാളിന് ഉപകാരമാവും. ഒരു നുള്ളു മാത്രം മതിയാവും കേട്ടോ, നല്ല സ്ട്രോങ് ആണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. എടുത്തു വെച്ച അരിപ്പൊടിൻ്റെ അകത്തേക്ക് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക. തിളയ്ക്കണ്ട കേട്ടോ, തിളയ്ക്കാത്ത രീതിയിലുള്ള ചൂടുവെള്ളം. അധികം തിളയ്ക്കുകയും വേണ്ട, അധികം നല്ല ചൂടും വേണ്ട കേട്ടോ. തിളയ്ക്കാനാകുന്ന ചൂട് വേണ്ട കേട്ടോ, ഒരു മീഡിയം ചൂട്. ഇതൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി കേട്ടോ അരിപ്പൊടി. നമ്മളിപ്പോൾ ഇടിയപ്പത്തിനൊക്കെ കളന്നിരുന്നില്ലേ, അത്രയും ചൂട് വേണ്ട കേട്ടോ. കുറച്ചൊന്ന് ഒരു ഉറപ്പ് വേണം കേട്ടോ നമ്മൾ ഈ ഒരു റെസിപ്പിക്ക്. അപ്പോൾ ഇതാ കുറച്ചൊന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് കളന്തിയെടുക്കുക. കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ബാക്കി നമ്മൾ തേങ്ങൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ, അത് മറന്നു പോകാതെ. ഇത് കളന്തുന്ന സമയത്ത് എല്ലാ ഭാഗത്തും വെള്ളം ആയിക്കോ ഒന്നൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എത്രയും മതിയാവോ ഇതേപോലെ ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമുക്ക് നേരത്തെ അരച്ച് വെച്ച മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കൈവച്ചിട്ട് നല്ലോണം കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ലൂസായാലും കുഴപ്പമില്ല കേട്ടോ. ഇതിലേക്ക് നമ്മൾ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുട്ടുപൊടിയും കൂടി ചേർത്ത് കൊടുത്താൽ കറക്റ്റ് പാകത്തിനായി കിട്ടും കേട്ടോ. പുട്ടുപൊടി കുറേയൊന്നും വേണമെന്നില്ല, അതിൻ്റെ മേളിൽ കൂടി ഒന്ന് പാറ്റി കൊടുക്കുക. എന്നിട്ട് അതൊന്ന് കുറച്ചൊന്ന് ടൈറ്റായി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതാ ഞാൻ കുറച്ച് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല തരിങ്ങനെ ഉണ്ടാവും കേട്ടോ ഇത് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ പുട്ടുപൊടി ചേർത്ത് കൊടുത്താൽ. അപ്പോൾ അതാ പുഴുങ്ങലരി ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ റെസിപ്പി ഇതേപോലെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ പുഴുങ്ങലരി വെച്ചിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ച് കടുക്ക നമുക്ക് കിട്ടീനു. ഇത് നല്ലോണം ക്ലീൻ ആക്കിയതിന് ശേഷം നമ്മൾ വായ ഇതുപോലെ തുറന്ന് വെച്ചതാണ് കേട്ടോ. എന്നിട്ട് ക്ലീൻ ആക്കി എടുത്തതാണ്. അപ്പോൾ അതാ ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇത് ഏകദേശം ആൾക്കാർക്കൊക്കെ അറിയാമല്ലോ ഇതേപോലെ ചെയ്യുന്നത്. അപ്പോൾ അതാ അത്യാവശ്യം ചെറിയൊരു കടുക്കാന്ന് കേട്ടോ, അധികം വലുപ്പമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ഈ ഒരു അരിമാവ് ഇതിലേക്ക് നിറച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇത് വെറുതെ ആവിയിൽ പുഴുങ്ങി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അത് പൊരിക്കാണ്ട് തന്നെ വെറുതെ ആവിയിൽ പുഴുങ്ങി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. വേണമെങ്കിൽ പൊരിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇതേപോലെ ഒന്ന് ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ നിറച്ചതിന് ശേഷം പെട്ടെന്ന് തന്നെ കഴിയും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുക്കാം. മുഴുവൻ കടുക്കെ ഇതേപോലെ നിറച്ചെടുത്തിട്ട് നമ്മൾ ആവിച്ചമ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് ആവി കയറ്റിയെടുക്കണം. അപ്പോൾ ഇതാ കടുക്ക നല്ലോണം തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഇതിൻ്റെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞിട്ട് നമുക്ക് മുളകൊക്കെ തേച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ മുളക് പൊടി അതുപോലെ തന്നെ ഒരു നുള്ളു മഞ്ഞൾ പൊടിയും 2 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി, അതുപോലെ തന്നെ പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കലക്കിയെടുക്കുക. കുറേ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഒരു തുള്ളി വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് ഇറന്ന് വെച്ച കടുക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഒരു ചെറിയ കഷ്ണം വെളുത്തുള്ളിയും കൂടി ഞാൻ ചതുക്കിയത് ഇട്ട് കൊടുത്തിട്ടാ. ഇതിൻ്റെ തൊലി ഇതേപോലെ കളഞ്ഞെടുക്കുക. എന്നിട്ട് നമുക്ക് ഈ ഒരു മുളകിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഇതേപോലെ ഒന്ന് കൈവച്ചിട്ടൊന്ന് കുടഞ്ഞു കൊടുത്താൽ എല്ലാ ഭാഗത്തും എത്തും. മുഴുവനായിട്ട് ഇത് ചെയ്തെടുത്തിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ ഒരു കടുക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. കുറേ വെളിച്ചെണ്ണ ഒഴിക്കുന്നില്ല കേട്ടോ, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മീൻ പൊരിക്കുന്നില്ല അതുപോലെ തന്നെയാണ് ചെയ്തെടുക്കുന്നത്. വേണമെങ്കിൽ മുക്കി പൊരിക്കുകയും ചെയ്യാം. തിരിച്ചു മറിച്ചു വിട്ടിട്ട് മൊരിയിച്ചെടുത്തതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കടുക്ക അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ കടുക്ക ഇഷ്ടമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണേ. കടുക്ക ഇതേപോലെ ചെയ്തിട്ട് ഇഷ്ടമുള്ളവർ കമൻറ്റ് ചെയ്യട്ടോ.